ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷന്റെ വെബ്സൈറ്റും മൊബൈൽ ആപ്പും അവധിക്കാല തിരക്കിന്റെ നേരത്ത് പണിമുടക്കി. നല്ല നേരം നോക്കി അറ്റകുറ്റപ്പണി നടത്തിയതാണ് ആയിരങ്ങളെ വലച്ചത്. ടിക്കറ്റ് എടുപ്പ് തടസ്സപ്പെടുന്നത് ഡിസംബറിൽ ഇത് 2ാം തവണ. രാജ്യവ്യാപകമായി എയർടെൽ മൊബൈൽ ബ്രോഡ്ബാൻഡ് ഉപയോക്താക്കൾക്ക് മണിക്കൂറുകളുടെ സേവന തടസ്സം. 46% പേരാണ് സിഗ്നൽ കിട്ടുന്നില്ലെന്നും മറ്റും പരാതിപ്പെട്ടത്. പ്രതിഷേധം ശക്തമായപ്പോൾ അസൗകര്യത്തിന് എയർടെൽ ഖേദം പ്രകടിപ്പിച്ചു. ഇന്ത്യ സിമന്റ്സുമായുള്ള 50 വർഷത്തെ ബന്ധം അവസാനിപ്പിച്ച 80-കാരനായ എൻ ശ്രീനിവാസൻ MD സ്ഥാനം രാജിവെച്ചു. ആദിത്യ ബിർല ഗ്രൂപ്പ് ഈ കമ്പനി ഏറ്റെടുത്ത് അൾട്രാടെക് സിമന്റ്സിന്റെ ഭാഗമാക്കുന്ന സാഹചര്യത്തിലാണിത്. മകൾ രൂപ ഗുരുനാഥ്, ഭാര്യ ചിത്ര എന്നിവരും ഡയറക്ടർ ബോർഡിൽ നിന്ന് രാജിവെച്ചു. പുതുവർഷത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം. ദുബൈയിലെ ബുർജ് ഖലീഫയുടെ മുന്നിലിരുന്ന് പുതുവർഷാഘോഷം കാണാൻ ഇത്തവണ ചെലവ് 5000 UAE ദിർഹം, ഏകദേശം 1,16,000 രൂപ. പുതുവത്സര ആഘോഷ തിരക്ക് കണക്കിലെടുത്ത് അധിക സർവീസുകൾ ഏർപ്പെടുത്തി കൊച്ചി മെട്രോ. ന്യൂ ഇയർ രാത്രിയിൽ 1:30-ക്കാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് അവസാന സർവീസ്. ആലുവയിൽ നിന്ന് 1:45-ന്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.